നമുക്കിപ്പം പിയാസുൽ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി. വെൽക്കം പിയാസുൽ ആൻഡ് ഗുഡ് ഈവനിങ്. സ്മൃതി, മോദി തുടർച്ചയായി പ്രതിരോധത്തിലാവുന്ന കാഴ്ച മാത്രമല്ല, 12 വർഷത്തിൽ ഇതാദ്യമായി പ്രസിഡന്റിൻ്റെ നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രിക്ക് മറുപടി പറയാതെ ലോക്സഭയിൽ നിന്ന് മടങ്ങേണ്ടി വരുന്ന കാഴ്ചയും നമ്മളിത് കണ്ടു. ഒരുപക്ഷെ 12 വർഷത്തിൽ ഇതാദ്യമായിട്ടായിരിക്കണം പ്രധാനമന്ത്രി ഇത്തരത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ചൂടറിയുന്നത്. മോദി പ്രതിരോധത്തിലാണ്. പല വിഷയങ്ങളാൽ കൂടി പ്രതിരോധത്തിലാണ്. പ്രതിപക്ഷത്തിന് പ്രതിഷേധം എന്ന നിലയ്ക്കല്ല, പല വിഷയങ്ങളിലായി പ്രതിരോധത്തിലാണ് എന്നുള്ളതാണ്. 2004 ജൂൺ 10 അന്ന് മൻമോഹൻ സിംഗും ഇതേപോലെ ലോക്സഭയിൽ ഹാജരായി. പക്ഷേ BJPയുടെ പ്രതിഷേധം കാരണം അദ്ദേഹത്തിന് പ്രസംഗം നടത്താൻ കഴിഞ്ഞില്ല. നന്ദി പ്രമേയം പാസ്സാവുകയാണ്, പ്രസംഗിക്കാതെ തന്നെ നടന്നു. അതേപോലെ ഇതും സംഭവിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം വരുമ്പോൾ എങ്ങനെയാണ് പ്രതിപക്ഷത്തെ വനിതാ MP-മാർ വളഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തെ സംസാരിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ അവിടേക്ക് കടന്നു വരാൻ പറ്റാത്ത വിധം പ്രതിഷേധിക്കുകയാണ്. അതിനെ ഏത് രൂപത്തിലാണ് ഭരണപക്ഷം പറയുന്നത്? അദ്ദേഹത്തിനെതിരെ സ്പീക്കർ തന്നെ പറയുകയാണ്, അദ്ദേഹത്തിന് നേരെ ആക്രമണത്തിന് പദ്ധതിയിട്ടു പ്രതിപക്ഷം എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആക്രമണമല്ല, പ്രതിഷേധമാണ്. ഇവിടെ പ്രതിപക്ഷ സ്വരം ഉയരാത്ത ഒരു പാർലമെന്റാണ് ഭരണപക്ഷം ആഗ്രഹിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങളാണ് എല്ലാ ഘട്ടത്തിലും നടത്തിയിട്ടുള്ളത്. നേരത്തെയും പ്രതിപക്ഷാംഗങ്ങൾ സംസാരിക്കുമ്പോൾ അത് തടയുന്ന സ്പീക്കറെ, ആ സമയത്ത് മാത്രം ഇടപെടുന്ന സ്പീക്കറെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോഴും അതെ, ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തടയുകയായിരുന്നു. പ്രതിപക്ഷ അത് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഉന്നയിച്ചത്. നരവനെ മുൻ കരസേനാ മേധാവിയുടെ പുസ്തകം ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് എത്തിയത്. ആ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ലല്ലോ, പുറത്തിറങ്ങിയിട്ടില്ലല്ലോ എന്ന് പറയുന്നത് രാജ്നാഥ് സിംഗ് ആണ്. രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി. രാജ്നാഥ് സിംഗിനെ കൂടി പ്രതിരോധത്തിലാക്കുന്ന, പ്രധാനമന്ത്രിയെ കൂടി പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങളുള്ള നരവനെയുടെ പുസ്തകം, അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഇറങ്ങിയ പുസ്തകം, ആ പുസ്തകം ഇറങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ പുറത്തിറങ്ങാത്തതിന് കാരണം കേന്ദ്ര സർക്കാർ പുറത്തിറങ്ങാൻ അനുവദിക്കാത്ത എന്നതുകൊണ്ടാണ്. പക്ഷേ ഈ പുസ്തകത്തെക്കുറിച്ച് കാരവനിൽ വരുന്ന ലേഖനം ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ വന്നത്. അത് രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, രാജ്യ സ്നേഹവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നരവനെ ആ പുസ്തകത്തിൽ പറയുന്നത് ഗാൽവൻ കുന്നുകളിലെ ചൈനയുടെ ആക്രമണം, 2020 ചൈനയുടെ ആക്രമണം, ചൈന അവിടേക്ക് കടന്നു വരുന്ന ഘട്ടത്തിൽ ചൈന നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിർത്തിയിലേക്ക് എന്നുള്ള കാര്യം നരവനെ പല ഘട്ടങ്ങളിലായി ആരെയൊക്കെ അറിയിച്ചു എന്നടക്കം അതിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ രാജ്നാഥ് സിംഗിനെ വിളിക്കുന്നുണ്ട്, വിദേശകാര്യമന്ത്രി വിളിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയോട് സംസാരിച്ച ശേഷം 2 മണിക്കൂറിന് ശേഷമാണ് അതിൽ തീരുമാനമെടുക്കാതെ തീരുമാനം നിങ്ങളെടുക്കൂ എന്നുള്ള കാര്യം നരവനെയോട് പറയുന്നത്. ആ സമയമായപ്പോഴേക്കും നമുക്കറിയാം 20 സൈനികരെ, ഇന്ത്യൻ സൈനികരെ നമുക്ക് നഷ്ടപ്പെടുന്നു. ആ കാലത്ത് ഈ കാര്യങ്ങളിൽ ചർച്ച, അന്നും പ്രതിപക്ഷ നേതാവാണ് ചൈനയുടെ വിഷയം ഉന്നയിച്ചിരുന്നത്, രാഹുൽ ഗാന്ധിയാണ് വിഷയം ഉന്നയിച്ചിരുന്നത്. അന്നൊക്കെ സൈനികർ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം പുറത്തേക്ക് പറയാൻ പോലും തയ്യാറായിരുന്നത്. ഈ 20 എന്ന കണക്ക് പിന്നീട് വരികയാണ്. ഇതൊന്നും പുറത്തു പറഞ്ഞിട്ടില്ല. അവരുടെ കുടുംബം എങ്ങനെയായിരിക്കും അത് അനുഭവിച്ചിട്ടുണ്ടാകുക? ഈ രാജ്യസ്നേഹം പറയുമ്പോൾ നമ്മൾ ഈ അതിർത്തിയിൽ ജോലി ചെയ്യുന്ന ഏത് സൈനികൻ എങ്ങനെ മരിച്ചാലും അത് എങ്ങനെയാണ് നമ്മൾ ആ മരണത്തെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചൈനീസ് അതിർത്തിയിൽ, ഇന്ത്യ ചൈന അതിർത്തിയിൽ നിന്നും ചൈന ഇങ്ങോട്ടേക്ക് കടന്നു കയറുകയും നമ്മുടെ സൈനികരുടെ മരണത്തിനിടയാക്കുന്ന രൂപത്തിൽ കണ്ട അനാസ്ഥ, 2 മണിക്കൂർ വൈകിച്ച അനാസ്ഥ, അത് തന്നെ ഞെട്ടിച്ചു എന്നാണ് നരവനെ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് പുറം ലോകം അറിയരുത് എന്ന് തീരുമാനിച്ചുകൊണ്ട് പാർലമെന്റിൽ മിണ്ടാൻ പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാത്തത്. അടുത്തത് വേറെയുമുണ്ടല്ലോ, എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ. എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരന്തരം വീഡിയോസ് ഇങ്ങനെ ലീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വ്യാജ വീഡിയോകളുമുണ്ട്, ശരിയായ വീഡിയോകൾ. നമ്മളെ ഉറങ്ങാൻ പോലും പറ്റാത്ത വിധത്തിൽ കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന അടക്കമുള്ള, അത് പ്രധാനപ്പെട്ട ലോക നേതാക്കളുടെ പേരുകൾ ഉയർന്നു വരുന്നിരിക്കുന്ന വലിയ വലിയ ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അത് കാണുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നതാണ്. ആ എപ്സ്റ്റീനുമായി ബന്ധപ്പെടുത്തുന്ന ഒരു കാര്യം, മോദിയെ കൂടി കണക്ട് ചെയ്യുന്ന ഒരു കാര്യം, മോദി ഇസ്രയേലിൽ പോയത് ട്രംപ് പറഞ്ഞിട്ടാണ് എന്ന് ഈ എപ്സ്റ്റീൻ പറഞ്ഞിരിക്കുന്നു എന്നിടത്താണ് അത് എങ്ങനെയാണ് ആ ബന്ധം കടന്നു വരുന്നത് എന്നുള്ള സംശയം വരുന്നത്. ഇതിലൊക്കെ ഒരു ചോദ്യം ഉയരുമ്പോൾ അതിന് മറുപടി പറയണ്ടേ? മറുപടി പറയാതെ അത് അസംബന്ധം എന്ന് പറയുകയും അതിനെക്കുറിച്ച് മിണ്ടാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? അതാണ് പ്രതിപക്ഷം പ്രധാനമായും ഈ 2 വിഷയങ്ങളും ഉന്നയിക്കുന്നു. അടുത്തത് കരാറാണ്. ഇതുമായി ഒക്കെ കണക്ട് ചെയ്ത് വായിക്കേണ്ടി വരും. ഈ കരാർ ഇപ്പോൾ വലിയ വികസനം കൊണ്ടുവരുന്നതെന്നാണ് പ്രധാനമന്ത്രി ഇന്ന് പ്രസംഗിച്ചിരിക്കുന്നത്. എന്ത് വികസനമാണ്? ആ വികസനത്തെക്കുറിച്ച് ട്രംപ് പറയുമ്പോഴാണോ രാജ്യം അറിയേണ്ടത്? ട്രംപാണ് ആ വികസനവുമായി ബന്ധപ്പെട്ട, ആ കരാറുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്ത് വികസനമാണ്? ഇവിടുത്തെ കർഷകരുമായി ബന്ധപ്പെട്ട് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം നമ്മളിത് ചർച്ച ചെയ്തപ്പോൾ പിയാസുൽ അത് വിശദമായി പറഞ്ഞു. നമ്മുടെ കർഷകരെ എങ്ങനെ ബാധിക്കും? അപ്പോൾ നെൽകർഷകരെ അടക്കം ബാധിക്കാത്ത രൂപത്തിലാണ് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഇവിടേക്ക് 0 താരിഫിൽ അമേരിക്കയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഇവിടേക്ക് ഡംപ് ചെയ്യാനുള്ള ഒരു കരാറാണ് ഉണ്ടായിരിക്കുന്നത്. മറിച്ച് നമ്മുടെ അങ്ങോട്ടുള്ളത് 18%. ഇതിനു മുമ്പ് അമേരിക്കൻ മുൻ പ്രസിഡന്റുമാരുടെ കാലത്തും കരാറുകളുണ്ടല്ലോ. അതെങ്ങനെയാണ് ആ കരാറിൽ ഈ രൂപത്തിലുണ്ടായിരുന്നു? ഇതിനു മുമ്പുള്ള കരാറിൽ ഇത്രയധികം താരിഫില്ല. അന്നും 20%. പക്ഷേ
രണ്ട് രാജ്യങ്ങളും തമ്മിൽ നല്ല രൂപത്തിൽ തന്നെ കരാറുകൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് മുമ്പ് കണ്ടിട്ടുള്ളത്. പക്ഷേ ട്രംപ് വന്നതിന് ശേഷമാണ് അത് 25% പിന്നീട് അത് 50% ഓരോ സമയത്തും നമ്മുടെ രാജ്യം എടുക്കുന്ന നിലപാടുകളുമായി എതിർപ്പുണ്ടാകുമ്പോൾ അതിൽ നമ്മുടെ രാജ്യത്തോട് മാത്രമല്ല വിവിധ രാജ്യങ്ങളോട് എന്താ പറയുക, അവർക്ക് എതിരെ എടുക്കുന്ന ഒരു നിലപാട് ആ രാജ്യങ്ങളെ തകർക്കാൻ അല്ലെങ്കിൽ ആ രാജ്യങ്ങൾക്കെതിരായ ഒരു നടപടി എന്ന രൂപത്തിലാണ് ഈ തീരുവ ചുമത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക അത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കെതിരെ മാത്രമല്ല വിവിധ രാജ്യങ്ങൾക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ട്രംപ് ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത്. അതിനെ വലിയ വികസന നേട്ടമായും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് എന്താണ്, മുൻപ് എല്ലാ സമയത്തും നെഹ്റുവിനെ ഉദ്ധരിക്കാതെ ഒരു കാര്യം പറയാൻ പറ്റില്ല. നെഹ്റുവിന്റെ കാലത്ത് ഈ പറഞ്ഞിരിക്കുന്ന 35 കോടി ജനങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് നെഹ്റു ഇന്ദിരയ്ക്ക് എഴുതിയ കത്തിൽ 35 കോടി പ്രശ്നമെന്ന് പറഞ്ഞത്രേ. അത് കഴിഞ്ഞ് അതിൽ മറുപടിയായി ഇന്ദിര പറയുമ്പോൾ അത് 57 കോടി പ്രശ്നമെന്ന് പറഞ്ഞത്രേ. പക്ഷെ ഞാനാവട്ടെ 140 കോടി പരിഹാരമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്ത് പരിഹാരമാണ്? ഈ തരത്തിൽ പ്രസംഗങ്ങളിലൂടെ തള്ളൽ മാത്രമായി ഒരു പ്രധാനമന്ത്രി മുന്നോട്ട് പോകുമ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് മറുപടി പറയാണ് വേണ്ടത്. ആ മറുപടി ആഗ്രഹിക്കുന്നില്ല, പ്രതിപക്ഷ സ്വരം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇനി പ്രതിപക്ഷം അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇന്ന് മനോഹരമായ കാഴ്ച, രാഹുൽ ഗാന്ധിയെ അനുവദിക്കാത്തതിനെ കുറിച്ച് CPM-ന്റെ MP ജോൺ ബ്രിട്ടാസും സംസാരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനകത്ത് പ്രതിപക്ഷം അവിടെ ഒറ്റക്കെട്ടാണ് എന്നുള്ള കാര്യമാണ്. മമതയെ നമുക്കറിയാം, ഒരു ചരിത്രത്തിലാദ്യമായ ഒരു മുഖ്യമന്ത്രി സ്വന്തം സംസ്ഥാനത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ വാദിക്കുകയാണ്. മമതയെ നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടി വാദിച്ച നേതാവായിട്ടാണ് ഇന്ന് മോദി അവിടെ പറഞ്ഞത്. അതുപോലെ ഡൽഹി സർക്കാരിനെ പറയുന്നു, മദ്യത്തിൽ കുളിച്ച ഡൽഹിയെ രക്ഷിച്ചെന്ന് പറയുന്നു. അതിനുശേഷം പല രൂപത്തിൽ വിവിധ സംസ്ഥാനങ്ങളെ, കേരള സർക്കാരിനെ കൂടി അല്ലെങ്കിൽ ഇടത് സർക്കാരുകളെ കൂടി വിമർശിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിലാണ് മോദിയുടെ പ്രസംഗം പോകുന്നത്. ചോദിക്കുന്നതിന് ഉത്തരമില്ല. ചോദ്യങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉത്തരങ്ങൾ പറയുകയും മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി നമ്മൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇന്ത്യയിൽ ഇനി ചോദ്യങ്ങൾ ഉയരും എന്നുള്ളതാണ്. പ്രതിപക്ഷം യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. വല്ലാത്ത രൂപത്തിൽ, ഇതുവരെ ഇല്ലാത്ത രൂപത്തിൽ മോദി പ്രതിരോധത്തിലാണ് എന്നുള്ളതാണ്. ആ പ്രതിരോധം മറികടക്കാൻ ഈ രൂപത്തിൽ ഈ ചർച്ച അനുവദിക്കാതെ പ്രതിപക്ഷത്തെ MP-മാരെ പുറത്താക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. Meet the editors.